എൻ്റെ പേര് രശ്മി എന്നാണ്. ഞാനിവിടെ ആരോവിങ്സിൽ പുതിയ MEP ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ബേസിക്കലി ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു ബിൻ കോഴ്സൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഇലക്ട്രിക്കൽ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. ഒരു ബസ് ഡക്റ്റിൻ്റെ കമ്പനിയിൽ ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിഫിക്കേഷൻ പ്രൊജക്റ്റുകളിലൊക്കെയാണ് ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അത്യാവശ്യം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ പഠിപ്പിക്കുന്നത് BIM MEP എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സാണ്. അപ്പോൾ അതൊരു 6 months കോഴ്സാണ്. ഒരു 3 ഘട്ടമായിട്ടാണ് പഠിപ്പിക്കണമെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഡിസൈനിങ് സ്റ്റേജാണ് ഫസ്റ്റ് വരുന്നത്. പിന്നീട് അതൊരു 3 മാസമാണ് നമുക്ക് ഡിസൈനിങ് സ്റ്റേജ് എന്ന് വരിക. ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് എന്താണ് MEP സിസ്റ്റത്തിൽ വരുന്നത് എന്നുള്ളതൊക്കെയാണ് അതിലാദ്യം പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അത് കഴിഞ്ഞ് മോഡലിംഗ് എന്നുള്ളത്. ഡ്രാഫ്റ്റിങ്ങും അതുപോലെ തന്നെ മോഡലിംഗ് നമ്മൾ ലാബ് ത്രൂ ആണ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ഓട്ടോക്യാഡ്, റെവിറ്റ്, അങ്ങനെ 10-14 അതിനെ സപ്പോർട്ട് ചെയ്യുന്ന 10-14 സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ MEP കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഓട്ടോക്യാഡിൽ നമ്മൾ ഡ്രോയിങ് എങ്ങനെയാണ് ഓട്ടോക്യാഡ് യൂസ് ചെയ്യുക എന്നത് മുതൽ MEP സർവീസസ് എങ്ങനെയാണ് അതിൽ ഡ്രാഫ്റ്റ് ചെയ്യാന്ന് വരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ആണ്, 3D സ്പേസ് ആണ്. അത് നമ്മൾ റെവിറ്റ് ത്രൂ ആണ് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കുള്ള നമ്മൾ ഡിസൈൻ ചെയ്ത കാര്യങ്ങളൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ശരിക്കും നമ്മൾ ഒരു ഒറിജിനലി ഒരു ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പനി പോയിട്ട് എങ്ങനെയാണോ നമ്മൾ വർക്ക് ചെയ്യണേ അതേപോലെ തന്നെ ഒരു റിയൽ ആയിട്ടുള്ള പ്രൊജക്റ്റ് നമ്മളിവിടെ കൊടുക്കും. അപ്പോൾ സ്റ്റുഡൻസിന് ഇത്രയും എക്സ്പീരിയൻസ് കിട്ടുന്നത് കൊണ്ട് തന്നെ വിദേശത്തായാലും ഇവിടെയാണെങ്കിലും ജോലി സാധ്യത വളരെ കൂടുതലാണ്. കമ്പനിയിൽ വർക്ക് ചെയ്യാം. ഇനി അതിനെ മാത്രം ആശ്രയിച്ച് നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്രീലാൻസ് ആയിട്ടും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അവർ ചോദിക്കുന്ന, ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും എനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഞാനും അത് കൂടെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു പൊസിഷനിൽ ഭയങ്കര ഹാപ്പിയാണ്.